പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടാനായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സജീവ്, ടെക്പീസിയുടെ കോഴ്സ് വെണ്ടർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നിരവധി ഉദ്യോഗാർത്ഥികളെ ഓപ്പറേറ്റർ ജോലിയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ആദ്യത്തെ അഡ്വൈസ് ഈ ജോലി ലഭിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ഒരു ഓവർവ്യൂ ആദ്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് പറയും, ദെൻ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ്, ദെൻ സിലബസ് ഓവർവ്യൂ, ദെൻ റെഫറൻസ് ബുക്സ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ദെൻ സ്റ്റഡി പ്ലാൻ, ദെൻ ടോപ്പർ സ്ട്രാറ്റജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ 735/2025 ആണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം. നമ്മുടെ പോസ്റ്റിന്റെ പേര് ഓപ്പറേറ്റർ എന്നാണ്. സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 27,200 തൊട്ട് 73,600 വരെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷനെ പറ്റി നോക്കാം. 10ാം ക്ലാസ് യോഗ്യതയോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ എന്തിലൊക്കെയാണ്? ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിള്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഇത്രയും യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 years കോഴ്സ് ആയിരിക്കണം പഠിച്ചിരിക്കേണ്ടത്. അതുമല്ലെങ്കിലോ KGC ഇലക്ട്രീഷ്യൻ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അതും 2 year കോഴ്സ് ആയിരിക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവര്, അതായത് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉള്ളവര്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഇലക്ട്രിക്കൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, മെക്കാനിക്കൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, ഓട്ടോമൊബൈൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക. അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി 4/2/2026 ആണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അയക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ എക്സാം സ്ലോട്ട് PSC തന്നിരിക്കുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ സ്ലോട്ടിലാണ്. മിക്കവാറും ഓഗസ്റ്റിൽ തന്നെ നടക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഏറ്റവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. ഇനി വരുന്ന എക്സാമിനും എത്രത്തോളം നിയമനമൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഐഡിയ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിന്റെ അന്നത്തെ കാറ്റഗറി നമ്പർ 211/2020 ആയിരുന്നു. പരീക്ഷ നടന്നതോ 4/2/2022 എത്ര പേരാണ് അപ്ലൈ ചെയ്തിരുന്നത്? 33,618 പേരാണ് അപ്ലൈ ചെയ്തിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതോ 7/2/2023 എത്ര പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? 1051 പേരെയാണ്. കട്ട് ഓഫ് മാർക്ക് നോക്കിയേ, 44.67 ആയിരുന്നു. മാക്സിമം മാർക്ക് OMRന് ലഭിച്ചത് 82.33 ആയിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 27/12/2025 ഇതുവരെ 577 നിയമനങ്ങളാണ് നടന്നത്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് തീരും? 6/2/2026 തീരും. അപ്പൊ ഈ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത, കഴിഞ്ഞ പ്രാവശ്യം 1051 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഇപ്രാവശ്യം അത്രയും പേരെ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഇതിന്റെ പകുതി ആൾക്കാരെ ഉൾപ്പെടുത്തത്തോളം എന്നുള്ള രീതിയിൽ നമ്മൾ തയ്യാറെടുക്കുക. അപ്പൊ എന്താണ് കട്ട് ഓഫ്? അപ്പൊ എന്തായാലും കൂടും. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു? 44.67 ആയിരുന്നു. ഇപ്രാവശ്യം എന്തായിരിക്കും? അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം തന്നെ കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം കുറവായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കട്ട് ഓഫ് എന്തായാലും നമ്മൾ ഒരു 60 പ്രതീക്ഷിക്കണം. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ജോലി ലഭിക്കാനായിട്ട് നിങ്ങൾ ഒരു 80 മാർക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രമിച്ചാലേ നിങ്ങൾക്ക് ആദ്യത്തെ അഡ്വൈസ് നിയമനം ലഭിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ ഓപ്പറേറ്റർ ജോലി നിങ്ങളുടെ സ്വപ്ന ജോലി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം ഇതൊരു ITI ബേസ്ഡ് ജോബാണ് അല്ലെ. ബിടെക് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ജോലികളൊക്കെ ഇനിയും ഉണ്ട്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് PSC ഇപ്പൊ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം കയറാൻ പറ്റിയ ഒരു ജോലി എന്നുള്ള ജോലിയാണെങ്കിലും എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ജോലി നന്നായിട്ട് പഠിച്ച് ഈ ജോലി നേടിയെടുക്കുക എന്നുള്ള വാശിയോടുകൂടി തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിനെ തയ്യാറെടുക്കുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിന്റെ സിലബസ്. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസിനെ പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇവിടെ സിലബസിന്റെ ഒരു ഓവർവ്യൂ പറയാം.
അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെയാണ്. ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റൽ എക്സാം നടന്നു, അപ്പൊ അതിന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് മുമ്പേ ഉള്ള പരീക്ഷയില ആദ്യത്തെ മൊഡ്യൂളിലൊക്കെ 5 മാർക്കേ ഉള്ളായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയില ആദ്യത്തെ മൊഡ്യൂളിന് 15 മാർക്കാണ്. അപ്പൊ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ആദ്യത്തെ മൊഡ്യൂളിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി 15 മാർക്ക്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം 5 മാർക്ക്. ദെൻ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ് 5 മാർക്ക്. ദെൻ നാലാമത്തെ മൊഡ്യൂളിൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് 5 മാർക്ക്. ദെൻ അഞ്ചാമത്തെ മൊഡ്യൂളിൽ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ 5 മാർക്ക്. ദെൻ ആറാമത്തെ മൊഡ്യൂളിൽ വയറിംഗ് ആക്സസറീസ് 5 മാർക്ക്. ദെൻ ഏഴാമത്തെ മൊഡ്യൂളിൽ DC മെഷീൻസ് 5 മാർക്ക്. എട്ടാമത്തെ മൊഡ്യൂളിൽ AC മെഷീൻസ് 5 മാർക്ക്. ഒൻപതാമത്തെ മൊഡ്യൂളിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 5 മാർക്ക്. ദെൻ 10ാമത്തെ മൊഡ്യൂളിൽ പവർ ഇലക്ട്രോണിക്സ് 5 മാർക്ക്. ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക്കൽ പോർഷനിലുള്ളതാണ്. അപ്പൊ ഇലക്ട്രിക്കൽ പോർഷനിൽ നിന്ന് 60 മാർക്കാണ്. ബാക്കിയുള്ളത് മെക്കാനിക്കൽ ടോപ്പിക് ആണ്. അതിനകത്ത് എന്തൊക്കെ വരും? 11ാമത്തെ മൊഡ്യൂൾ നോക്കി, പമ്പ് ആൻഡ് ഫാസ്റ്റനിങ് 10 മാർക്ക്. ദെൻ 12ാമത്തെ മൊഡ്യൂളിൽ IC എഞ്ചിൻസ് 10 മാർക്ക്. 13ാമത്തെ മൊഡ്യൂളിൽ പവർ ട്രാൻസ്മിഷൻ 10 മാർക്ക്. 14ാമത്തെ മൊഡ്യൂളിൽ ഫ്ലൂയിഡ് വാൽവ്സ് 10 മാർക്ക്. ഇങ്ങനെ 100 മാർക്കിന്റെ OMR പരീക്ഷയാണ് നടക്കുന്നത്. അപ്പൊ ഈ തസ്തികയുടെ പ്രത്യേകത എന്താണ്? OMR പരീക്ഷയുടെ മാർക്ക് മാത്രം വെച്ചിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. OMR പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുത്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ 2026 തന്നെ പരീക്ഷ നടന്ന് 2027 തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ സിലബസിനേക്കാൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏതൊക്കെ റഫറൻസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് സ്വന്തമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള റഫറൻസ് മെറ്റീരിയൽ? എന്താണ്? നിമി ബേസ്ഡ് മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ നിമി ബേസ്ഡ് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിന്റെ ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ പോർഷൻസ് ഇത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിമി ബേസ്ഡ് ഇലക്ട്രീഷ്യന്റെ ബുക്കും കൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ബുക്ക് മാത്രം റെഫർ ചെയ്താൽ പോരാ. കാര്യം എന്താ? നമുക്ക് കണ്ടന്റ് മാത്രം പഠിച്ചാൽ പോരാ, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് നിമിയുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എടുക്കാവുന്നതാണ്. അത് നിങ്ങൾ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിന്റെയും അതോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യന്റെ എല്ലാ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നിമിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഇനി നമ്മൾ മറന്നു പോകണ്ടാത്ത ഒരു കാര്യം, ഒരിക്കലും മറക്കാത്ത കാര്യം, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററുടെ 2 പരീക്ഷകൾ നടന്നിട്ടുണ്ട് അല്ലെ? റീസെന്റ് ആയിട്ടൊരു ഡിപ്പാർട്ട്മെന്റൽ എക്സാം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ പരീക്ഷ. അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ISROയുടെയും VSSCയുടെയും പരീക്ഷകൾ, ടെക്നീഷ്യൻ ബിയുടെ പരീക്ഷകൾ നിങ്ങൾ എടുത്ത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെല്ലാം നിങ്ങൾ ടോപ്പിക് വൈസിൽ സെഗ്രിഗേറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി അല്ലെ? അല്ലാതെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കാണണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, അതായത് നിങ്ങളുടെ ടോപ്പിക്കിൽ ഈ സിലബസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അതിനകത്തൊന്ന് സെലക്ട് ചെയ്തെടുക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പം VSSC ISROയുടെ ഒക്കെ എന്താണ് ഇലക്ട്രീഷ്യൻ്റെത്, അതോടൊപ്പം തന്നെ നമുക്കിപ്പോ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡീസൽ മെക്കാനിക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ കാര്യങ്ങൾ റെഫറൻസ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് വേറെ ഒരു മെറ്റീരിയൽ പോലും റെഫർ ചെയ്യേണ്ട, നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ വേറെ ഹയർ ലെവലിലുള്ള ഒരു ബുക്കും നോക്കാനായിട്ട് ഞാൻ പറയത്തില്ല. നിങ്ങൾ കറക്റ്റ് നിമി ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ITIക്കാർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ട്, ബിടെക്കാരും ഡിപ്ലോമക്കാരും എല്ലാം പരീക്ഷ എഴുതുന്നുണ്ടല്ലോ, ഇത് ബിടെക് ലെവലിലൊക്കെ ആണോ? ഒരിക്കലും അല്ല. നമ്മുടെ ക്വാളിഫിക്കേഷൻ ITI ആണ്. ITI ലെവലിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് അവര് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ റെഫറൻസ് കൃത്യമായിട്ട് പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിന് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഉള്ള ഗൈഡൻസും മെന്റർഷിപ്പും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഓപ്പറേറ്റർ ജോലിയിലേക്ക് എത്തിച്ച TechPSCയുടെ തീവ്ര പരിശീലനം ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളെ സൃഷ്ടിച്ച
ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം എന്റെ മെന്റർഷിപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം, അങ്ങനെയുള്ള ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ തരുന്നത്. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ്. കാര്യം ഇതിന്റെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 16 തൊട്ടിട്ടാണ് സ്റ്റഡി പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജാനുവരി 16 അപ്പൊ അത് തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ജോലിയിലേക്ക് കയറാൻ പറ്റും. അപ്പൊ നമ്മള് ജാനുവരി 16 തൊട്ട് 28 വരെയുള്ള ദിവസങ്ങളിലാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ നിമി ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ജാനുവരി 29, 30 ക്വിക്ക് റിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, കൃത്യമായിട്ട് സബ്ജക്ട് കവർ ചെയ്തതിനു ശേഷം ക്വിക്ക് റിവിഷനും ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വളരെ ഷോർട്ട് ആയിട്ട് നിങ്ങൾ സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അത് മസ്റ്റ് ആണ്. കാര്യം ഈ സ്മാർട്ട് നോട്ട് ആയിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പേ നമുക്ക് ഒരു റിവിഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കി തീർക്കാം. ജാനുവരി 31 നിങ്ങൾ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ജാനുവരി 16 തൊട്ട് 31 വരെയുള്ള ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂൾ ആയിട്ടുള്ള ഇലക്ട്രിക്കലിന്റെ ഫസ്റ്റ് മോഡ്യൂൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് പഠിക്കുകയും ചെയ്യണം, റിവിഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് സീരീസും കഴിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത ദിവസം നമ്മൾ നോക്കുന്നത്, അടുത്ത സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി 1 തൊട്ട് 10 വരെ നമ്മൾ നോക്കുന്നത് 11ാമത്തെ മൊഡ്യൂളാണ്. അതായത് മെക്കാനിക്കലിന്റെ മൊഡ്യൂളാണ് പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്. ഓക്കെ, അതിന്റെ മാർക്ക് വെയിറ്റേജ് നോക്കിയാൽ 10 മാർക്കാണ് അല്ലെ. ഫസ്റ്റ് മൊഡ്യൂളിന് എത്ര മാർക്കാണ്? 15 മാർക്കാണ്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ അതിന് കൂടുതൽ സമയം കൊടുക്കുക. ഓക്കെ, ഓരോന്നിന്റെയും വെയിറ്റേജ് അനുസരിച്ച് അതിന് വേണ്ട സമയം കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത നോക്കുന്നത് എന്താണ്? 11ാമത്തെ മൊഡ്യൂളാണ്, 10 മാർക്കാണ്. അപ്പൊ നമ്മള് ഫെബ്രുവരി 1 തൊട്ട് 10 വരെയുള്ള ദിവസം കൊണ്ട് അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ 11, 12 തീയതികളിൽ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 13 നമ്മൾ ടോപ്പിക് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഫെബ്രുവരി 13 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 11ാമത്തെ മൊഡ്യൂൾ തീർക്കുകയാണ്. ദെൻ അടുത്തത് ഫെബ്രുവരി 14 തൊട്ട് 19 വരെ നമ്മുടെ ഇലക്ട്രിക്കലിലെ 2ാമത്തെ മൊഡ്യൂളാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം. അത് സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. മാർക്ക് വെയിറ്റേജ് നോക്കി 5 മാർക്കാണ്. ദെൻ ഫെബ്രുവരി 20 തൊട്ട് 21 ദിവസം വരെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗും ആണ്. ദെൻ ഫെബ്രുവരി 22 ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക്കലിലെ 3ാമത്തെ മൊഡ്യൂളാണ്. ഫെബ്രുവരി 23 തൊട്ട് 28 വരെ 3ാമത്തെ മൊഡ്യൂൾ. മാർക്ക് വെയിറ്റേജ് എത്രയാണ്? 5 മാർക്കാണ്. ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം. അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. മാർച്ച് 1-നും 2-നും നമ്മൾ അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗും ആയിരിക്കണം. ദെൻ മാർച്ച് 3-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ അടുത്തത് മാർച്ച് 4 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങളിൽ 12ാമത്തെ മൊഡ്യൂള് മെക്കാനിക്കലിന്റെ മൊഡ്യൂളാണ് IC എഞ്ചിൻസ്. 10 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ മാർച്ച് 10-നും 11-നും അതിൽ റിവിഷൻ ചെയ്തിരിക്കണം. അതിന്റെ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്തിരിക്കണം. മാർച്ച് 12-നുള്ളിൽ അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ അടുത്തത് മാർച്ച് 13 തൊട്ട് 17 വരെ 4ാമത്തെ മൊഡ്യൂള് ഇലക്ട്രിക്കലിന്റെ മൊഡ്യൂളാണ് മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. 5 മാർക്കാണ് അതിന്റെ വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് നമ്മൾ കവർ ചെയ്തിരിക്കണം. ദെൻ മാർച്ച് 18-ഉം 19-ഉം അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗും ആണ്. ദെൻ മാർച്ച് 20-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ അടുത്തത് മാർച്ച് 21 തൊട്ട് 24 വരെയുള്ള ദിവസത്തിലാണ് നമ്മൾ 5ാമത്തെ മൊഡ്യൂള് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ല്. അതിന്റെ വെയിറ്റേജ് എത്രയാണ്? 5 മാർക്കാണ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ മാർച്ച് 25-ഉം 26-ഉം കൊണ്ട് അതിനെ റിവിഷൻ ചെയ്ത് നമ്മൾ അതിന്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ മാർച്ച് 27-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ അടുത്തത് മാർച്ച് 28 തൊട്ട് 31 വരെയുള്ള ദിവസം കൊണ്ട് നമ്മൾ 6ാമത്തെ മൊഡ്യൂള് വയറിംഗ് ആക്സസറീസ്. അതിന്റെ സബ്ജക്ട് വെയിറ്റേജ് എത്രയാണ്? 5 മാർക്കാണ് അല്ലെ. അപ്പൊ അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ അടുത്ത 2 ദിവസം, അതായത് ഏപ്രിൽ 1-നും 2-നും അതിന്റെ ക്വിക്ക് റിവിഷൻ സ്മാർട്ട് നോട്ട് മേക്കിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
ദെൻ ഏപ്രിൽ 3 അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ അടുത്ത ഏപ്രിൽ 4 തൊട്ട് 10 വരെയുള്ള ദിവസം നമ്മുടെ 13ാമത്തെ മൊഡ്യൂൾ മെക്കാനിക്കലിന്റെ മൊഡ്യൂൾ പവർ ട്രാൻസ്മിഷൻ, അതിന്റെ 10 മാർക്കാണ് വെയിറ്റേജ്, അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 11 തൊട്ട് 12 വരെയുള്ള ദിവസത്തില് ക്വിക്ക് റിവിഷനും അതിന്റെ സ്മാർട്ട് നോട്ട് മേക്കിംഗും നമ്മൾ ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 13 അതിന്റെ ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അടുത്തത് ഏപ്രിൽ 14 തൊട്ട് 18 വരെയുള്ള ദിവസത്തിൽ 7ാമത്തെ മൊഡ്യൂള് ഇലക്ട്രിക്കലിന്റെ മൊഡ്യൂളാണ് DC മെഷീൻസ്. 5 മാർക്കാണ് അതിനുള്ളത്, അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ഏപ്രിൽ 19 തൊട്ട് 20 വരെയുള്ള ദിവസത്തില് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ മേക്ക് ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 21 അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 22 തൊട്ട് 27 വരെയുള്ള ദിവസങ്ങളിൽ 8ാമത്തെ മൊഡ്യൂൾ AC മെഷീൻസ് ഇലക്ട്രിക്കലിന്റെ മൊഡ്യൂളാണ്. 5 മാർക്കാണ് വെയിറ്റേജ്, അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 28, 29 കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏപ്രിൽ 30 അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ നമുക്ക് മെയ് 1 തൊട്ട് 8 വരെയുള്ള ദിവസം കൊണ്ട് നമ്മൾ 14ാമത്തെ മൊഡ്യൂൾ മെക്കാനിക്കലിന്റെ മൊഡ്യൂളാണ്, ഫ്ലൂയിഡ് വാൽവ്സ് ആണ്. അതിന് 10 മാർക്കാണ് വെയിറ്റേജ്, അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ മെയ് 9 തൊട്ട് 10 വരെയുള്ള ദിവസം കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ മെയ് 11 അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ അടുത്തത് മെയ് 12 തൊട്ട് 16 വരെയുള്ള ദിവസം കൊണ്ട് നമ്മൾ 9ാമത്തെ മൊഡ്യൂള് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 5 മാർക്കാണ് വെയിറ്റേജ്, അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ മെയ് 17, 18 ഉള്ള ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും. ദെൻ മെയ് 19 അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ അടുത്തത് മെയ് 20 തൊട്ട് 24 വരെയുള്ള ദിവസം നമ്മളെ 10ാമത്തെ മൊഡ്യൂള് പവർ ഇലക്ട്രോണിക്സ് 5 മാർക്കാണ് വെയിറ്റേജ്, അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ മെയ് 25 തൊട്ട് 26 വരെയുള്ള ദിവസം അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും. ദെൻ മെയ് 27 അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയും ആകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്തു? മെയ് 27 കൊണ്ട് നമ്മുടെ ഫുൾ സബ്ജക്റ്റും അല്ലെ ഫുൾ ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് പരീക്ഷകളും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഫർദർ റിവിഷനും ടെസ്റ്റ് സീരീസിനുമായിട്ടൊക്കെ മാറ്റിവെക്കാം. അപ്പൊ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മെയ് 28 ടു ജൂൺ 6 വരെയുള്ള ദിവസം നമ്മൾ ഫുൾ മൊഡ്യൂള് ഒന്നുകൂടെ റിവിഷൻ ചെയ്യണം. ക്വിക്ക് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നമ്മുടെ സ്മാർട്ട് നോട്ട് വെച്ചിട്ടായിരിക്കണം ക്വിക്ക് റിവിഷൻ ചെയ്യുന്നത്. അപ്പൊ ആ ക്വിക്ക് റിവിഷനും മൈൻഡ് മാപ്പും ചെയ്യണം. നമ്മൾ മറന്നു പോകാതിരിക്കാനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ദെൻ അത് കഴിഞ്ഞ് ജൂൺ 7 തൊട്ട് 16 വരെയുള്ള ദിവസം നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള മോഡൽ പരീക്ഷകൾ. അപ്പൊ ഈ മോഡൽ പരീക്ഷകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിശ്വസിക്കാവുന്ന ഒരു സ്റ്റാൻഡേർഡ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് മനസ്സിലാകും. നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടാണ് അവിടെയൊക്കെ തെറ്റുന്നത്, ഏതൊക്കെ ഏരിയസ് ആണ് നമുക്ക് അറിയാത്തത്, നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് കോമ്പറ്റീഷനിൽ നമുക്ക് മുന്നിലെത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുക. അപ്പം ജൂൺ 17 തൊട്ട് 24 വരെയുള്ള ദിവസത്തിൽ ഫൈനൽ ലാപ്പ് റിവിഷനും കറക്ഷൻ ഓഫ് മിസ്റ്റേക്സും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ജൂൺ 24 നമ്മൾ ഫസ്റ്റ് എല്ലാ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റിവിഷൻ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പരീക്ഷ വരെ കഴിഞ്ഞ് അതിന്റെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റിവിഷനും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ലേണിംഗ് ലെവലിലേക്ക് പോകാം. കൂടുതൽ ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമുക്ക് ചെയ്യാം. ഇനിയും സിലബസ് ചേഞ്ച് ഒക്കെ വന്നാലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം അവിടെ കിട്ടുകയാണ്. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ പഠിച്ചു പോവുക. അപ്പം നമ്മുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ആദ്യ റാങ്കിൽ എത്താനായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ടോപ്പർ സ്ട്രാറ്റജി. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കോച്ചിങ് എടുത്തവരാകാം, സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക.
കാര്യം നമുക്ക് നോളജ് ലെവൽ ഉള്ളവരായിരിക്കാം, ഇല്ലാത്തവരാകാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ നോളജ് ലെവൽ മനസ്സിലാകും. ഈ നോളജ് ലെവൽ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പറ്റുമോ, നമുക്ക് ഈ ഒരു പ്രിപ്പറേഷന്റെ മോഡ് സ്വന്തമായിട്ട് പറ്റുമോ, അതോ നിങ്ങൾക്ക് കോച്ചിങ് എടുക്കണോ, അങ്ങനെയുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഇനി സ്വന്തമായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. കോച്ചിങ് എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും വിശ്വസിക്കാവുന്ന ഓൾറെഡി റിസൾട്ട് ഒക്കെ ഉള്ള നല്ല അധ്യാപകരുള്ള നല്ല മെന്റേഴ്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സെലക്ട് ചെയ്യുക. ഓക്കെ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് പ്രിപ്പറേഷന് മുമ്പേ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ്, ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. നമ്മളൊരു ജോലി നേടാനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഒരു ടോപ്പർ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങളാണ് പഠിച്ച് പരീക്ഷ എഴുതുന്നത്, നിങ്ങളാണ് പെർഫോമർ. അപ്പൊ എന്ത് ചെയ്യണം, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അതാണ്, തിങ്ക് ആസ് എ കാൻഡിഡേറ്റ്. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം, തിങ്ക് ആസ് എ മെന്റർ. നിങ്ങൾ നിങ്ങളുടെ മെന്ററായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺസ് വരും. അപ്പൊ അതിൽ നിന്നൊക്കെ കരകയറാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ മെന്റർ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് ആണ്, തിങ്ക് ആസ് എ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ. ഓരോ കൺസെപ്റ്റ് പഠിക്കുമ്പോഴും ഇതിനകത്ത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. ഏതൊക്കെ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്യാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കീറി മുറിച്ച് പഠിക്കണം. അപ്പൊ അതിനൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അടുത്തതും പ്ലാനിങ് ഫേസ് തന്നെയാണ്. കളക്ട് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് PYQs ആസ് പെർ യുവർ റിക്വയർമെന്റ്. പഠിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ. ദെൻ അടുത്തത്, അതും നമ്മുടെ പ്ലാനിങ് ഫേസ് ആണ്. പഠിക്കുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. സ്റ്റഡി പ്ലാനകത്ത് എന്തൊക്കെ വേണം, നമുക്ക് ടോപ്പിക് കവറേജിനായിട്ടുള്ള സ്ലോട്ട് വേണം. അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് പരീക്ഷ എഴുതാനായിട്ടും റിവിഷൻ ചെയ്യാനായിട്ടും, അതോടൊപ്പം തന്നെ എല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള മോഡൽ പരീക്ഷ എഴുതാനും ക്വിക്ക് റിവിഷൻ ചെയ്യാനുമായിട്ടുള്ള സ്ലോട്ടുകളെല്ലാം ആ സ്റ്റഡി പ്ലാനകത്ത് ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്ലാനിങ് ഫേസ് ആണ്. ഇനി നമ്മുടെ ആക്ഷൻ ഫേസ് ആണ്. ആക്ഷൻ ഫേസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഡേ ടു ഡേ നമ്മൾ ഡെയിലി പറഞ്ഞിരിക്കുന്ന ടാസ്കുകൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു പോകണം, റിവിഷൻ ചെയ്തു പോകണം, ടെസ്റ്റ് സീരീസ് എഴുതി പോകണം, അല്ലെ, നമ്മുടെ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്ത് പോകണം. അതേപോലുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകണം. എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം സ്റ്റഡി പ്ലാൻ അനുസരിച്ച്. ദെൻ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ ഞാൻ ഇവിടെ സ്റ്റഡി പ്ലാനകത്ത് തന്നിട്ടുണ്ടായിരുന്നു ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ഒക്കെ, അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ദെൻ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ പരീക്ഷകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ദെൻ പ്രിപ്പറേഷൻ ഗ്യാപ്പ്, നമ്മൾ മോഡൽ പരീക്ഷകൾ കൃത്യമായിട്ട് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണം. ആ പ്രിപ്പറേഷൻ ഗ്യാപ്പിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ചെയ്യുക. ഞാൻ പറയുന്ന ടൈം സ്ലോട്ടിലൊക്കെ ഇത് തീർത്തിട്ട് നിങ്ങൾക്ക് ഇനിയും പഠിക്കാനായിട്ടുള്ള സമയം അപ്പൊ കിട്ടും. ഇനി റിവിഷൻ ചെയ്യാനായിട്ടും അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. അപ്പൊ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ ഉറപ്പായിട്ടും എത്താൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എളുപ്പത്തിൽ എത്തണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സീക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഫീസിലാണ് ഏറ്റവും മികച്ച ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.